പ്രതിരോധ സഹകരണം, സാംസ്കാരിക കൈമാറ്റം, കായിക സഹകരണം, രാജ്യാന്തര സോളാർ സഖ്യത്തിൽ ഉൾപ്പെടുത്തൽ എന്നീ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിനു ശേഷമാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ നേതാക്കളുമായി മോദി ചർച്ച നടത്തുകയും ചെയ്തു. പ്രതിരോധ വ്യവസായം, സംയുക്ത അഭ്യാസങ്ങൾ, പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തി. കുവൈറ്റ് പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കുവൈത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മുബാറക് അൽ കബീർ മെഡൽ മോദിക്ക് നൽകി. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബയുടെ ബയാൻ പാലസിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.